ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഫെബ്രുവരി 9 അമിത് ജോഷിയും അർദാന ഷായും സംവിധാനം ചെയ്ത് ബോളിവുഡിൽ നിന്ന് ഒരു പ്രണയ ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പേരാണ് തേരി ബാത്തോ മെൻ എസി ഉലജ് ജിയ എന്ന് പറയുന്ന ചിത്രം. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് ഷാഹിദ് കപൂർ, കൃതി സനമാണ്. ഈ സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇതൊരു പ്രണയകഥ തന്നെയാണ്. നമ്മുടെ ഈ നായികയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഈ നായിക ഒരു റോബോട്ടാണ്. കാരണം കൃതി സനം അവതരിപ്പിക്കുന്ന സിഫ്ര എന്ന് പറയുന്ന ക്യാരക്ടറാണ്, അതൊരു റോബോട്ടാണ്. പിന്നെയാണ് നമ്മുടെ നായകൻ ആര്യൻ എന്ന് പറയുന്ന ഷാഹിദ് കപൂർ അവതരിപ്പിച്ച ക്യാരക്ടറാണ് ആര്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് റോബോട്ടാണെന്ന്. ഈ റോബോട്ടാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ നായകൻ ആ റോബോട്ടിനെ പ്രണയിക്കുന്ന ആ സീനൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ മനസ്സ് നിങ്ങൾ മറക്കരുത് കേട്ടോ. പക്ഷേ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല വൃത്തി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ ഇടക്കാലത്ത് ബോളിവുഡിൽ നിന്ന് 200 കോടി 300 കോടിയൊക്കെ കിടത്ത് വലിയ ബോംബുകൾ ഇറക്കിയപ്പോഴും ചെറിയ ബഡ്ജറ്റ് ഒരു 75 കോടി ബഡ്ജറ്റ് വന്ന ഈ സിനിമ ഒരു 136 കോടി പിടിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റിയുള്ള സിനിമ, എൻ്റെ അഭിപ്രായത്തിൽ ക്വാളിറ്റിയുള്ള സിനിമ എന്ന് പറയുന്ന ഈ സിനിമ തന്നെയാണ്. അപ്പം ഈ കൃതി സനത്തിൻ്റെയും ഷാഹിദ് കപൂറിൻ്റെ കെമിസ്ട്രിയും ലവും എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഇഷ്ടംപോലെ കോമഡി ഉണ്ട്. ഹിന്ദിയൊക്കെ നല്ല പറയണവരാണെങ്കിലും മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നല്ല വൃത്തി കോമഡി ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രം ഹിന്ദി അറിഞ്ഞിടാത്തവരാണെങ്കിലും അവരെ ഫേസിലെ എക്സ്പ്രഷനും ഇതിലൊക്കെ കണ്ടെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു സിനിമയാണ്, വാച്ചബിൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ഒരു റിവ്യൂവർ എന്ന നിലയിൽ ഇങ്ങനെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് ആ സിനിമയെക്കുറിച്ച് അഭിപ്രായങ്ങളാണ്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയണം, നിങ്ങളുടെ അഭിപ്രായമല്ല. നിങ്ങളാണ് ഇതിൻ്റെ അഭിപ്രായം തീരുമാനിക്കേണ്ട, കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.